230 വോൾട്ടേജ് വെച്ചിട്ട് 230 വോൾട്ടേജിൻ്റെ ബൾബ് 12 വോൾട്ടേജ് ഉള്ളതുകൊണ്ട് വർക്ക് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ 2 സർക്യൂട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ ഒരെണ്ണം കോയിലിൽ കൺട്രോൾ ചെയ്യുന്ന 12 വോൾട്ടേജിൻ്റെ സർക്യൂട്ടും ബൾബിനെ കൺട്രോൾ ചെയ്യുന്ന 230 വോൾട്ടേജിൻ്റെ സർക്യൂട്ടും. ഈ ബൾബിനെ കൺട്രോൾ ചെയ്യുന്ന 230 വോൾട്ടേജിൻ്റെ സർക്യൂട്ട് നമ്മുടെ റിലേയുടെ കോൺടാക്റ്റുകൾ വഴിയാണ് പോകുക. ഈ മൂന്നെണ്ണത്തിൽ കൂടിയാണ് പോകുക. ഈ കോയിലിനെ വർക്ക് ചെയ്യുന്ന റിലേനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന സർക്യൂട്ട് സ്വിച്ച് വെച്ചിട്ടുള്ളത് ഈ കോയിലിലേക്കാണ് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കണക്ഷനാണ്. ഈ ഫിഗർ തന്നെ കുറച്ചും കൂടി എളുപ്പത്തിലായിട്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ 12 വോൾട്ടേജിന് ഈ 12 വോൾട്ടേജാണ് ഈ 12 വോൾട്ടേജ്. ഈ സ്വിച്ചാണ് ഈ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കോയിലിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് എടുത്തിട്ട് 0 എന്ന് പറയുന്നത് +12 ആണ്. അപ്പോൾ ഈ ഭാഗമാണ് ഇങ്ങനെ. ഇതാണ് നമ്മൾ വരയ്ക്കാനും പഠിക്കാനും എളുപ്പം. ഇതാണ്. ഇനി ഇത് വെച്ചിട്ട് ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഈ ഭാഗം വരച്ച് വെച്ചിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ വരയ്ക്കാൻ കുറച്ച് കൺഫ്യൂഷൻ വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ കാണിച്ചിരിക്കുന്നത് ഫേസ് ന്യൂട്രലാണ്. ഫേസ് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്ലഗിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. 230 വോൾട്ടേജ് പ്ലഗിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലഗിൻ്റെ ഫേസോടെ ന്യൂട്രലോടെ അതിനോട് ഫേസോടെ ന്യൂട്രലോടെ നമ്മളിപ്പോൾ ഇതിലുള്ളത് NOയിലേക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ NO. അപ്പോൾ ഇതിൻ്റെ NO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ NO ആദ്യം ഇത് കോമൺ, ഇത് NO, പിന്നെ NC. അപ്പോൾ ഇതിലേക്കാണ് ഏത് കണക്ഷൻ കൊടുക്കേണ്ടത്? ഫേസ് കണക്ഷൻ കൊടുക്കേണ്ടത് ഇതിലേക്കാണ്, NOയിലേക്കാണ് ഫേസ് കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ വന്നിട്ട് NO കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോമൺ ഉണ്ട്. ഇതിൻ്റെ കോമൺ അതായത് നമ്മളിപ്പോൾ ഈ റിലേയുടെ കേസിൽ ഈ നടുവത്തെ കണക്ഷനായിട്ടുള്ള കോമൺ എടുത്തിട്ട് ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് വേണം. അപ്പോൾ നമ്മൾ ബൾബിൻ്റെ എൻഡിലേക്ക് ബൾബിൻ്റെ എൻഡിൽ 2 വയറിന് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് അതിൻ്റെ എൻഡിലേക്കാണ് പോകേണ്ടത്. ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യം ഈ സ്വിച്ചിൻ്റെ സർക്യൂട്ട് ആദ്യം ഇവിടെ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് 12 വോൾട്ടേജ് എടുത്തിട്ട് സ്വിച്ചിലേക്ക്. അപ്പോൾ 12 വോൾട്ടേജ് ഇതാണ്. 12 വോൾട്ടേജ് വന്നിട്ട് ഇതിലേക്ക് സ്വിച്ചിൻ്റെ ഒരു എൻഡിലേക്ക് കയറിയുണ്ട്. സ്വിച്ചിൻ്റെ രണ്ടാമത്തെ എൻഡ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് എന്തിലേക്ക് പോകുന്നുണ്ട്? റിലേയുടെ കോയിലിൻ്റെ ഒരു എൻഡിലേക്ക് പോയിട്ടുണ്ട്. ഇനി കോയിലിൻ്റെ രണ്ടാമത്തെ എൻഡ് എടുത്തിട്ട് ന്യൂട്രലിലേക്ക്. അപ്പോൾ കോയിലിൻ്റെ രണ്ടാമത്തെ എൻഡ് എന്ന് പറയുന്നതാണ് ഇത്. ഈ ഭാഗം വന്ന് ന്യൂട്രലിലേക്ക്, ഇതിൻ്റെ നെഗറ്റീവ് 0യിലേക്ക് പോയിട്ടുണ്ട്. ഇതായി കഴിഞ്ഞാൽ റിലേ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ റിലേ പിടിക്കും. അപ്പോൾ ഈ സർക്യൂട്ട് അപ്പോൾ വയറിങ് കഴിഞ്ഞു. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള സർക്യൂട്ട്. NC നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ NC ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് ഈ കണക്ഷൻ വേണ്ട. NCയുടെ കണക്ഷൻ ആവശ്യമില്ല. അപ്പോൾ NC കൂടെ കറണ്ട് കയറി വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫേസ് നമ്മൾ ഈ NOയിലേക്കാണ് കണക്ഷൻ കൊടുക്കുക. NO ഒരിക്കലും NC ആയിട്ട് കൂട്ടിമുട്ടില്ല. അതിനുകൊണ്ട് ഫേസ് നമ്മൾ ഇതിലൂടെ കയറ്റിവിടെ ചെയ്യുന്നത്. റിലേ ആകുമ്പോൾ ഇത് ഇങ്ങോട്ടാണ് മാറുക, കോമണിലേക്ക് മാറുള്ളൂ. NO NC തമ്മിൽ ഒരിക്കലും കണക്ഷൻ വരില്ല. NOയും കോമണും NCയും കോമണും തമ്മിൽ കണക്ഷൻ വരുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കൊടുക്കേണ്ട സപ്ലൈ നമ്മൾ ഇതിൽ കൂടെ കയറ്റി വിടും. പക്ഷെ നമ്മളിപ്പോൾ കോമണിലൂടെയാണ് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലേക്കും സപ്ലൈ വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ NCയിലേക്ക് തൊട്ടാലും ഷോക്ക് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ NOയും കോമണും തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതിലൂടെ പവർ കയറ്റി വിടുന്നത് NO വഴിയായിരിക്കും. പവർ കയറ്റി വിടാനായിട്ട് നമ്മളിപ്പോൾ NO എടുത്തിട്ട് ഫേസിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NO നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് കുത്തി, NO ഒരു സ്ഥലത്ത് കുത്തിയിട്ട് അതിനെ എടുത്തിട്ട് ഫേസിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് ഫേസിലേക്ക് കണക്ഷൻ കൊടുക്കാം. കൊടുക്കാൻ ഇപ്പോൾ ഫേസിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് NO വന്ന പോയിന്റിലേക്ക് കൊടുക്കുകയാണ്. നോർമലി ഓപ്പൺ. അപ്പോൾ ഫേസിൽ കൂടെ കറണ്ട് ഇങ്ങനെ കയറി വന്നിട്ട് NOയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പിന്നെ റിലേ എനർജീസ് ആവുന്ന സമയത്ത് ഈ കോയിലിലേക്ക് കിടക്കും. കോയിലല്ല, പോളിലൂടെ കയറി ഇറങ്ങിയിട്ട് പോള് വന്ന വഴി, ഇതാണ് പോൾ. വന്ന വഴി അതാണ് ഇനി വന്നത് പോള് കോമൺ. അതാണ് ഈ കോമൺ എടുത്തിട്ട് ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുക്കണം. അത് നമ്മളെടുത്തിട്ട് ഒരു സ്ഥലത്ത് കൂടെ കൊടുത്തു. ഇപ്പോൾ ഇവിടം വരെ പവർ വന്ന് നിൽക്കും ഫേസ്. ഇനി ഇതിൽ നിന്ന് ബൾബ് വരും. വരുമ്പോൾ ബൾബിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ഇനി കോമണിൽ നിന്നൊരു ബൾബിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ന്യൂട്രലിലേക്ക് പോകണം. ബൾബിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ഇതിലേക്ക് കുത്താം. ബൾബിൻ്റെ ഒരു എൻഡ് എടുത്ത് ബൾബിലേക്ക് കയറി ഈ ബൾബിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾബിൻ്റെ രണ്ടാമത്തെ ഭാഗം
ബൾബിൻ്റെ രണ്ടാമത്തെ കണക്ഷൻ എടുത്തിട്ട് ന്യൂട്രലിലേക്ക് കണക്ഷൻ കൊടുക്കും. അതെ, ഫേസിലേക്ക് ന്യൂട്രലിലേക്ക് കണക്ഷൻ കൊടുക്കും. ഇനി ഇത് ഓണാക്കാം. ഇത് ഓണാക്കി കഴിയുമ്പോൾ ഈ ബൾബ് കത്തുന്നില്ല. ഈ ബൾബ് കത്തണമെങ്കിൽ ഈ സ്വിച്ച് ഓണാക്കിയിട്ട് നമ്മളിത് ഓണാക്കിയാൽ മതി. റിലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നും തൊടരുത്, ഒറ്റ സ്ഥലത്തും വേണ്ട. അപ്പോൾ ഇത് ഞെക്കണ സമയത്ത് ബൾബ് കത്തും. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ കോണ്ടാക്ട് ചേഞ്ച് ആയിട്ട് കോമൺ എന്നോല് കൊടുത്ത സാധനം ആ പോൾ വഴി കയറി കോമണിൽ കൂടെ ഇറങ്ങി ബൾബ് കത്തിക്കും. ഇതാണ് ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ്.